ആകാശത്ത് ഉയർന്നു നിന്ന തിരുവോസ്തി. 1453 ഇറ്റലിയിലെ തെറീന എന്ന നഗരം, എക്സില്ലസിനോടടുത്തുള്ള ആൽത്താവാല്യൂസ എന്ന സ്ഥലത്ത് റെനോദ ആജ്യായോയുടെയും ലുദോവിക്കോദിയോ സാവോയ പ്രഭുവിൻ്റെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇതിലെ ചില പട്ടാളക്കാർ പണം കൊള്ളയടിക്കുകയും ദേവാലയത്തിലേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്തു. അതിലൊരുവൻ സക്രാരിയുടെ വാതിൽ കുത്തി തുറന്ന് ദിവ്യകാരുണ്യത്തോടു കൂടിയ അരുളിക്ക മോഷ്ടിച്ചെടുത്തു. മോഷ്ടിച്ച സാധനങ്ങളെല്ലാം സഞ്ചിയിലാക്കി കഴുതപ്പുറത്ത് അയാൾ തെറീനോ നഗരത്തിലേക്ക് യാത്രയായി. വിശുദ്ധ സിൽവസ്റ്ററിൻ്റെ ദേവാലയത്തിലേക്കുള്ള പ്രധാന വഴിയിലെത്തിയപ്പോൾ കഴുത കാൽ വഴുതി വീണു. അപ്പോൾ മോഷണ വസ്തുക്കൾ അടങ്ങിയ സഞ്ചി തുറന്നു താഴെ വീഴുകയും ദിവ്യകാരുണ്യം വഹിച്ചിരുന്ന അരുളിക്ക അവിടെയുള്ള വീടുകളെക്കാൾ ഉയരത്തിൽ പൊങ്ങി നിൽക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഫാദർ ബെർത്തലോമിയോ എന്ന പുരോഹിതൻ ബിഷപ്പിനെ വിവരമറിയിച്ചു. ബിഷപ്പ് ലുഡോവിക് ദി റൊമാത്തോ ഉടൻ തന്നെ സ്ഥലത്തെത്തി. കർത്താവെ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന് അദ്ദേഹം സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ അരുളിക്ക താഴോട്ട് വരികയും ദിവ്യകാരുണ്യം അതിൽ നിന്ന് സ്വതന്ത്രമായി സൂര്യനെ പോലെ പ്രകാശിക്കുകയും ചെയ്തു. അത്ഭുതം നടന്ന സ്ഥലത്ത് തിരുരക്ത ദേവാലയം എന്ന പേരിൽ ഒരു ദേവാലയം പണിയപ്പെട്ടു. 1853 വാഴ്ത്തപ്പെട്ട പിയൂസ് 9 മാർപ്പാപ്പ ഈ അത്ഭുതത്തിൻ്റെ 400ാം വാർഷികം ആഘോഷിച്ചു. ആ വാർഷികാഘോഷത്തിൽ വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ റൂവ എന്നിവരും പങ്കെടുത്തിരുന്നു. 1928 പിയൂസ് 11 മാർപ്പാപ്പ ഈ തിരുരക്ത ദേവാലയത്തെ മൈനർ ബസിലിക്കയാക്കി ഉയർത്തി. ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന തെറീനായിലെ തിരുരക്തത്തിൻ്റെ ബസിലിക്കയിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്: ഇവിടെയാണ് പെൺകഴുത താൻ വഹിച്ചിരുന്ന ദിവ്യകാരുണ്യവുമായി വീണത്. ഇവിടെയാണ് ദിവ്യകാരുണ്യമടങ്ങിയ സഞ്ചി അത്ഭുതകരമായി തുറക്കപ്പെടുകയും ദിവ്യകാരുണ്യം മുകളിലേക്ക് ഉയരുകയും ചെയ്തത്. അത്ഭുതത്താൽ ഈ സ്ഥലമാണ് പവിത്രമായി തീർന്നത്. ഇവിടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഓർമ്മിക്കുക. ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ആകാശത്തിലേക്ക് ഉയർന്നു നിന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.